സുരേഷേട്ടാ ഒന്ന് നിക്ക് നമ്മൾ പറയുന്ന കേക്ക്. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ പൊളപ്പ ആളാണ് നമ്മളെ കൂടെ ഇന്നുള്ളത്. ഇത് തന്നെയല്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെയല്ല, ഇത് പൊളപ്പ ആളാണ്, പൊളപ്പ ആളാണ്. ശരി, ഇതിവിടെ നോക്കാം ഞാൻ. ഇല്ല പിന്നെ മേലെ എന്നെ ശല്യം ചെയ്യും. ഇനി മേലെ ശല്യം ചെയ്യില്ല. ഇത് അടിപൊളിയാക്കണം, ഇത് മിസ് ചെയ്യരുത് കേട്ടാ. ഓ ശരി. ഇതിരിക്കട്ടെ ഒരു കമ്മിറ്റി. ശരി പാപ്പോ. എന്നാ ഇത് ഈ പറയുന്ന ഇതാ കണ്ട അടിപൊളി കിഷോറെ. ഞാൻ വിചാരിച്ച് ആളിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ തമ്മിലാക്കോ. അതെ, ഇവര് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇവരായിട്ട് പറഞ്ഞെന്നുള്ള. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ആള് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര മൂക്കിൽ കൈ വയ്ക്കും. അതല്ലേ മൂക്കത്ത് വിരൽ വയ്ക്കും, കൈയല്ല. അരിസ്റ്റോയിൽ കിടക്കണ സുരേഷ് മേട്ടക്കട കിടക്കുന്ന ഈ സ്ഥലം അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞൂടാന്നല്ലേ. പിന്നെ അല്ല എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ നിന്റെ അടുത്താണ് പറഞ്ഞത്. ഓ ശരി ശരി. സുഖമായിട്ടിരിക്കണ അടിപൊളി. ഓ എന്റെ മുത്ത. അവിടെ നമുക്ക് അടുക്കള ഒന്ന് കാണാം. അടുക്കള. ഓക്കെ ഓക്കെ. ഇത് നടുത്തള. മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞ് 10 പേർക്ക് അവിടെ ഇരിക്കാം. ഫാമിലീസിന് അവിടെ ഒരു 8 പേർക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടി മാത്രം നിർബന്ധം പിടിക്കുന്നവരുണ്ട്. ഓപ്പണായിട്ട് ഇരിക്കാനും മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര കാണാനും അത് കാണാനും. അവിടെ ഇവിടെ ഇവിടെ ഇരിക്കാൻ ഭയങ്കര തിരക്ക്. ഇവിടെ ചിലയിടത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കും അന്യർക്ക് പ്രവേശനമില്ല. ഇവിടെ ആരും അന്യരില്ല, നമ്മളെല്ലാം സ്വന്തങ്ങളല്ലേ, സ്വന്തക്കാര്. ഓ ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലേ. നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിലെ ഭക്ഷണം ഓർഡർ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കി. അടിപൊളി. അതും നോക്കാം. ഇതാണ് നമ്മൾ അടുക്കള ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഇവിടെ ഈ സൈഡിലേക്ക് മാറ്റി. എല്ലാ പാചകക്കാർക്കും നമസ്കാരം. അയ്യോ പരിചയം. എനിക്കൊന്നിനെ ഒരു ഭക്ഷണശാലയുടെ അകത്ത് അണ്ണ ആദ്യമായിട്ടായിരിക്കും പറഞ്ഞത്. അപ്പൊ ചെറിയ ചടങ്ങുണ്ട്. എന്താണാവോ? തൊപ്പി വെക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നം. ഓ മറ്റേ അപ്പൊ തൊപ്പി വെച്ച് നമുക്ക് അങ്ങോട്ട് കയറാം. ശരി. രണ്ട് ക്യാപ്പറേ. അപ്പൊ നമുക്ക് അടുക്കളയായിട്ട് കയറാം. അടുക്കള കയറുന്നതിന് മുമ്പ് ഒരു വലിയ ചടങ്ങുണ്ട്. ഓ ഇതാണ്. ഓ ഇത് വയ്ക്കണമെന്നാണ്, ഇല്ലെങ്കിൽ കിച്ചൺ ക്യാപ്പ് ധരിക്കണമെന്നാണ്. അതെ. ഇതിപ്പോൾ നമ്മൾ ആളുകൾ പറഞ്ഞു നമ്മളായിട്ട് മാറ്റണ്ടെണ്ണ സംഭവം അറിയാം. നമ്മൾ സാധാരണ ഏതെങ്കിലും ഹോട്ടലിൽ പോയല്ലേ ഈ അടുക്കളയുടെ ഭാഗത്തേക്ക് എഴുതി വെച്ചേക്കും അന്യർക്ക് പ്രവേശനമില്ല. ഇവിടെ ഇവിടെ നമ്മുടെ അടുക്കള കാണണ്ടേ, സ്വാഗതം. അടിപൊളി. ഇവിടെ ആരും അന്യരല്ല. അന്യർക്ക് പ്രവേശനം എന്ന് പറഞ്ഞാൽ നമ്മളാരും അന്യരല്ലല്ലോ. അതാ ഈ പരിപ്പും സാമ്പാറും ഒക്കെ ഇറങ്ങി. പിന്നെ അതാ ഇപ്പം ഇതാ ബീട്രൂട്ട് തോരൻ. ഐശ്വര്യമായിട്ട് അണ്ണൻ തന്നെ ഇളക്കി പറഞ്ഞ് നിൽക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അമ്മ വീട്ടിലെ തോരൻ, അതിൻ്റെ പരികർമ്മി കാണുമ്പം തന്നെ ഭയങ്കര സൗന്ദര്യമുണ്ട്. അതിൻ്റെ പരികർമ്മി ഇന്ന് സുരേഷ് ഏട്ടനായിരുന്നു. ഇനി ഇത് കോര, അതാ ഇത് ചോറ്. ഇപ്പം ഇത് വെള്ളം ചോറ് ഇതിൽ കോരി മാറ്റുമല്ലേ? ഇതിൽ കോരി മാറ്റും. വലിയ മറ്റേ ഇതുണ്ട്, അതിലേക്ക് മാറ്റും. ഇത് ഇങ്ങനെ കാണുമ്പോൾ സുരേഷ് ഏട്ടനെ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞാൽ എനിക്കും. കാര്യം ഞങ്ങളൊക്കെ മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ച് തുടങ്ങിയ കാലഘട്ടം മുതലേ അരിസ്റ്റോയിലെ സാന്നിധ്യമാണ് സുരേഷ് ഏട്ടൻ. പണ്ട് ഇത് നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷനിൽ മണ്ഡലകാലത്ത് കഞ്ഞി വയ്ക്കണം ഓർമ്മയുണ്ട്. പണ്ട് അന്ന് ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ പരിപാടി കഴിച്ചിട്ട് പിന്നെ കയ്യിൽ പൈസയില്ല, ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കാൻ ഇത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കറക്റ്റ് മണ്ഡലകാലത്ത് നമ്മൾ ആ അരിസ്റ്റോ നമ്മുടെ ചെങ്കച്ചുള ഇപ്പുറ ഭാഗത്ത് ഒരു 10 ഇടത്തെങ്കിലും കാണും. 10 പോയി നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കും. അതിൻ്റെ ഒരു കഞ്ഞി വേണം. അപ്പോൾ എല്ലാം ഏതാണ്ട് റെഡിയായി. ആയി. ഇത് ബിരിയാണി ബിരിയാണി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാങ്ങ ഇട്ട അയലക്കറി തിളച്ചോണ്ടിരിക്കുകയാണ്. അല്ല മണം വരുന്നുണ്ട്. ഗോപിച്ചേട്ടൻ തുടക്കം മുതലേ നമ്മുടെ സംഘ സഹകാരിയാണ്, നമ്മുടെ സംഘത്തിലുള്ളതാണ്, നമ്മുടെ നാട്ടുകാരനാണ്. പിന്നെ ഇതാ അടുത്ത് വേറൊരു കറി. ഇത് നമ്മുടെ പോത്ത്
പോത്ത് ഇതിനകത്ത് പുഴുങ്ങി വച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് ആവശ്യം ഇനി അടുത്ത് ഇനി വലിയ ഉരുളിലേക്ക് ഇത് മാറ്റും. ഇനി ഒരു സാധനമുണ്ട് അങ്ങനെ തരാം. ഇപ്പം കഴിക്കാൻ നേരത്തെ ഒരു സാധനം തരാം, പോത്തുംകാല്. ഓക്കെ, ഇപ്പോൾ തോരക്കോരി. ഇതിവിടുത്തെ വനിതാ ഷെഫാണ്. നമസ്കാരം. എന്താ പേരെന്താ? ശ്രീജ. വീട് അടുത്തന്നെ വീട്. പിന്നെ കാട്ടാക്കട. പറഞ്ഞാൽ അറിയായിരിക്കും ചിലപ്പോൾ. അതെ, മുസ്താഖ്. സൽമാൻ മുസ്താഖ് എന്നേ വരും. ഇനി അടുത്ത് ഇവിടെ വനിതാ സാന്നിധ്യം കൂടുതലാണ്. അതാണ് സുനിത ചേച്ചി. കുടുംബത്തിന്റെ എല്ലാവരും നമസ്കാരം. സുനിത ചേച്ചി. അത് ചേച്ചി തേങ്ങ ചിരണ്ടാനുള്ള ശൗന്തള ചേച്ചി. ഇത് മുസ്താഖ്. നമ്മളെ കട തുടങ്ങിയത് മുതൽ നമ്മുടെ സന്തത സഹചാരി. മുസ്താഖാണ് ഇറച്ചി മീനും കട്ടിയാണ്. മുസ്താഖി അത് നെയ്മിന്റെ തലയാണോ? നെമ്മിന്റെ തല. അടിപൊളി. മുസ്താഖി ഇത് സുരേഷ് ഏട്ടൻ. ഒട്ടും ഔപചാരികളില്ലാത്ത ഒരു വലിയ സൗഹൃദമാണ് സുരേഷ് അണ്ണനും നമ്മളെ തമ്മിൽ. കാര്യം നമ്മളൊക്കെ മിമിക്രി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അരിച്ചോലും തമ്പാനൂരും ഒക്കെ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പരിചയിച്ച് അങ്ങേ അറ്റമായി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ആക്ഷൻ ഹീറോ ബിജു ആ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു അത്ഭുതം തോന്നിയില്ല. കാര്യം എന്താണെന്നറിയാം, ഇത് ഡെയിലി കണ്ട് പരിചയമുള്ളൊരു മുഖമല്ലേ. പക്ഷെ സ്ക്രീനിൽ കണ്ട് പിന്നെ നമ്മൾ ഒരുമിച്ച് എത്ര പരിപാടികളിലും ഒക്കെ ആയി. അപ്പോൾ ഇപ്പോൾ അവസാനം ഏതിലെത്തി? ബംഗാളി അത് ഉഗ്രം പോസ്റ്റർ ലുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ സംഭവം അറിയാം, അത് എല്ലാ തിയേറ്ററുകളിലായിട്ട് റിലീസ് ചെയ്യാൻ നമ്മളെ പ്രൊഡ്യൂസറിന് സാധിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി കഴിവനുസരിച്ച് റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൊള്ളാം, നല്ല പടം. അല്ലല്ല, അത് കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു കൗതുകം. നല്ല വേഷമായിരുന്നു, കൊള്ളായിരുന്നു. അണ്ണൻ പിന്നെ പൊളിച്ചെടുക്കും. കൊള്ളായിരുന്നു. നമ്മൾ കോമഡി ഇല്ല, എനിക്ക് കോമഡി ഇല്ല. കോമഡി നമ്മളെ മാളിക അവരൊക്കെ അണ്ണൻ്റെ ഒത്തിരി നല്ല സീരിയസ്, അത്യാവശ്യം നല്ല ഗൗരവമുള്ള. ഇപ്പൊ അരിസ്റ്റോലിട്ടോ പോവാറില്ല എന്ന് വെച്ചപ്പോൾ അണ്ണ ഒരു വളരെ ജെന്യുവിന് ആത്മാർത്ഥ ഒരു മറുപടി പറയും. ആത്മാർത്ഥ സത്യസന്ധമായി ആ സംഭവം ശരിയാണ്. നമ്മളെ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളല്ലാതാവാൻ പറ്റുമോ? നമ്മളവിടെ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അത് തന്നെയാണ്. അതിന് എനിക്കൊരിക്കലും മാറ്റം ഉണ്ടാവും. ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല, അതാണ് സംഭവം. അല്ല അങ്ങനെ മാറരുത്. പിന്നെ നമ്മളായി പിടികിട്ടു. പിന്നെ പുതിയ സിനിമകൾ പുതിയ സിനിമ ഇപ്പോൾ സിംഗ എന്ന് പറഞ്ഞ തമിഴ് പടം വരുന്നുണ്ട്. പിന്നെ അനിൽ നാഗേന്ദ്ര സാറിൻ്റെ തമിഴ് സിനിമയുണ്ട്. പിന്നെ മഹേഷ് കേശവൻ ഡയറക്റ്റ് ചെയ്ത സിനിമ വരുന്നുണ്ട് 11 ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് വരുന്നുണ്ട്. പിന്നെ PTA നമ്മളെ പരോളില്ല തിരക്കഥ അജിത്ത് ഡയറക്ട് ചെയ്ത അത് ഞാൻ നമ്മളെ നെടുമങ്ങാട് അസീസുണ്ട്. നല്ല വേഷം. ആക്ഷൻ ഹീറോ വിജയിലും അസീസ് ഉണ്ടായിരുന്നു. അസീസും നിങ്ങൾ ഭയങ്കര രസകരമായ അസീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി അല്ല, ഇത്രയുടെ സീരിയസ് ആയിട്ടുണ്ട്. കളം മാറി ചവിട്ടി. തമിഴ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ആണ്? തമിഴ് പിന്നെ നമ്മൾ ആർട്ടിസ്റ്റൊക്കെ തമിഴൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ തമിഴ് സിനിമ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയിൽ 3 കാലഘട്ടം. ഒരു നായയുടെ കുഞ്ഞ് കുറച്ചുള്ള വലുതായിട്ട് പിന്നെ പുറത്തോട്ടായത്. ഈ നായ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അത് നമുക്ക് നല്ല ചേർന്ന ഒരു സംഭവമല്ല. അപ്പോൾ അത് കൊള്ളാം. അപ്പോൾ അതും കാര്യം ചെയ്യുന്നു. അതെങ്ങനെ ഈ മാസം ഉണ്ടോ? അത് അവർ ഡബിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാര്യങ്ങൾ നടക്കണേ ഉള്ളൂ. ആളൊക്കെ നടക്കണേ ഉള്ളൂ. അപ്പോൾ അത് ഇറങ്ങും ഉടനെ ഉണ്ട്, 2 മാസത്തിനുള്ളിൽ. പിന്നെ അങ്ങനെ ഞാനായിട്ട് TV പരിപാടികൾ കുറേ പരിപാടികൾ ചെയ്ത് സിനിമ ഇതില്ലെന്നല്ലേ ഉള്ളൂ അല്ലേ? നമ്മൾ പിന്നെ സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ വന്നു പൊളിച്ചടിക്കും. ഞാൻ വന്നു നിങ്ങളുടെ പാട്ടും ബഹളും. അന്നൊരു പാട്ട് പാടിയുണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു, ഉർവശി പ്രൊഡ്യൂസ് ചെയ്ത ശിവാസ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ 40 ദിവസം ഉണ്ടായിരുന്നു. ജഗദമ്മ 7ാം ക്ലാസ് എന്നാണ് എൻ്റെ പേര്. ഡബ്ബിങ് കഴിഞ്ഞു. ഉർവശിയാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ. ഒരു പലിശക്കാരി, ഒരു പഞ്ചായത്തിൻ്റെ അധിപയൊക്കെ ആയിരുന്നു. അവരുടെ ഉർവശിയുടെ ഒരു ഫാമിലി ഓറിയന്റഡ് അവരുടെ ഒരു അതങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു രക്ഷയില്ലേ നിങ്ങൾ? അയ്യോ, വെറുതെ അസൂയപ്പെടേണ്ട. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുള്ള തമ്മിലുള്ള ഒരു ചെറിയ വർത്തമാനമാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർ. കാര്യം തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയും എല്ലാ അർത്ഥത്തിലും അറിയാമെന്നുള്ള 2 പേരാണ് ഞാനും സുരേഷുണ്ട്. യാത് മുടുക്കി കൂടെ ഓടിയാൽ യാത് മുടുക്കിൽ എവിടെ തുടങ്ങി എവിടെ തീരും.
ആ മുടിക്കിനകത്ത് വേറെ എത്ര മുടുക്കുണ്ട് എല്ലാം ഈ മുടിക്കിന്ന് ചാടിയ ഇപ്പുറത്തെ മുടിക്കിൽ ഏതൊക്കെ എത്തും. അതായത് SS കോയിൽ റോഡ് മുതൽ മാഞ്ഞാലിക്കുളം SS കോയിൽ, പനവിള, ചെങ്കച്ചൂള്, പൗണ്ട് കോളനി അങ്ങനെ അങ്ങ് പോകും. കിള്ളിപ്പാലം വഴി പഴയ കാലടി സൗത്ത്, ഇപ്പുറം. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ഇപ്പം എല്ലാം റെസിഡൻസ് അസോസിയേഷനുകളായോണ്ട് പേര്. അന്ന് ഈ പരിപാടിക്കാരെല്ലാവരും തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് അരിസ്റ്റോ ജംഗ്ഷൻ. ഇപ്പോഴും എണ്ണമൊക്കെ കുറഞ്ഞു. അന്ന് അരിസ്റ്റോ എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം അടക്കി വാണുകൊണ്ടിരുന്ന കിരീടം വയ്ക്കാത്തൊരു രാജാവായിരുന്നു. അല്ല ഇരിക്കുന്ന അങ്ങനെ സംഭവം ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ വേറെ സംഭവം അന്നൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രായം പിന്നെ വിവരമില്ലായ്മയ്ക്ക് പേര് കേട്ടവരാണ്. അതുകൊണ്ട് അപ്പൊ കാണുന്നത് എന്താണോ അപ്പോഴത്തെ അതിന്റെ ഭവിഷ്യത്തുകളൊന്നും ഇപ്പം വിവരമൊക്കെ വെച്ച് കേട്ടോ. പിന്നെ കുറെ വിവരം വെച്ച്. കേരളത്തിൽ നടന്ന 3 കിസ് മത്സരത്തിന് സുരേഷ് അണ്ണനാണ് ബെസ്റ്റ്. അതെ അല്ലേ? ഞാൻ കിസ് ചെയ്യാതെ അയ്യോ പണ്ടൊക്കെ കാണിച്ച പണ്ട് 1-2 രാത്രി ഈ പരിപാടി കഴിഞ്ഞ് 2:30-3 മണിയൊക്കെ വലിയ വരും. ഉറങ്ങുമ്പോൾ 3-3:30 മണിക്കൊക്കെ ഞങ്ങൾ വന്ന് ഹരിസ്റ്റോയിൽ ഇറങ്ങുമ്പോൾ സെക്കൻഡ് ഷോ ഒക്കെ കണ്ട് അങ്ങനെ നിൽക്കും. കാരണം നമ്മളെയൊക്കെ അന്നേ പരിചയം പേരെടുത്ത് വിളിക്കും. കാര്യം ഓരോ സമിതികളിൽ ആരൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതിന് വർഷങ്ങൾക്ക് ശേഷം അല്ലേ അന്ന് ഇപ്പോഴും അങ്ങനെ എല്ലാവരും വന്ന് അരിസ്റ്റമുക്കിലല്ലേ എല്ലാവരും അവിടെ. അതെ അതെ. കൊല്ലത്ത് അൻസാർ ലോഡ്ജ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് പ്രൊഫഷണൽ അരിസ്റ്റോ ജംഗ്ഷൻ. ഞങ്ങൾ അന്ന് പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ പരിപാടി കൂടിയ ഫ്ലവേഴ്സിൽ അല്ലേ അണ്ണാ? ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക്. ആ സ്റ്റാർ മാജിക്കിലാണ് ഒരു ഉഗ്രം പാട്ട് പാടിയിട്ട് മുത്തേന്ന് വിളിക്കുമ്പം എന്താണ് മുത്തേന്ന് വിളിച്ചിട്ട് വിളിച്ചെന്നിൽ പൊട്ടിച്ചേർന്നു പടർന്നെ മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്ന് പടർന്നെ മുത്തം കൊണ്ട് പുണർന്ന പോവേ എൻ്റെ കുരുക്കുത്തി കൂടെ മുല്ലേ അച്ചാരം നിച്ചാരം വെച്ച് നല്ലൊരു തമ്പിൽ തട്ടുമ പെണ്ണൊക്കെ കണ്ടുള്ളവരെ പോന്നോട്ടേ കൂട്ടരുമാ അമ്മാവന്മാർ കോപിക്കാൻ നീ ചൊല്ലേണം നമ്മൾ തമ്മിൽ പ്രണയമാണ് പിന്നെ നിന്റെ മനസ്സിനുള്ളിൽ ഞാനാണെന്ന് പറയണം. അച്ഛൻ അമ്മ ചോദിച്ചാലോ സമ്മതം അങ്ങോ മുളയണം. മുത്തേന്ന് വിളിച്ചേന്ന് പടർന്നെ മുത്തം കൊണ്ട് പുണർന്ന പൂവേ എൻ്റെ കുരുക്കുത്തി പെണ്ണമുള്ളേ. ഈ പാട്ട് പാടുമ്പോൾ താളടിക്കുക ഒരാളെ കൂടെ കിട്ടിയുണ്ടല്ലോ ജുമ്മ അന്നത് ഭയങ്കര വൈറലായ എപ്പിസോഡാണ്. ഞാനെന്താ മറ്റേ പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമപ്പന്തലിൽ വീണുപോയെന്നോ മധുരമില്ലാതെ നെയ്ത്തിരി നാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളികളില്ലാതെ നീന്നേകയായി എന്തിനും മുന്നിൽ നിന്നു പനി നീർമണം തൂകുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. ഇതാണ് നമ്മളന്ന് ഒരുമിച്ച് തകർത്തത്. ഇനി പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാൽ അന്യായമായ അയൽവക്കത്തെ പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള സകല പാട്ടുകളും സുരേഷ് അണ്ണൻ്റെ കയ്യിലുണ്ട്. വേറൊന്നും പഠനം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലയാഴി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് യൂട്യൂബിൽ, മ്യൂസിക് പാട്ടുകൾ മാത്രമുള്ള. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ട് എഴുതി. അപ്പോൾ ഉള്ള കലാഭവൻ മണിയുള്ള സഹോദരിയുടെ മോനാണ് മ്യൂസിക് അതിൽ അഭിനയിക്കുന്നത്. ഒരു ആട്ടോക്കാർക്ക് വേണ്ടിയിട്ട് മണിക്ക് വേണ്ടിയിട്ടുള്ള അത് നാലുപേര് നീ കേട്ടത്.
ഓട്ടോയല്ല ഇവനെൻ്റെ തുണയളിയ, റോഡിൽ ഇവനൊരു കെടുവളിയ. ഓട്ടോയല്ല ഇവനെൻ്റെ തുണയളിയ, റോഡിൽ ഇവനൊരു കെടുവളിയ. പട്ടിണി മാറ്റണം നിധിയളിയ, ഇവനെൻ്റെ കരളിൻ്റെ കരളളിയ. ഓട്ടോയല്ല ഇവനെൻ്റെ തുണയളിയ, റോഡിൽ ഇവനൊരു കെടുവളിയ. പട്ടിണി മാറ്റണം നിധിയളിയ, ഇവനെൻ്റെ കരളിൻ്റെ കരളളിയ. പാവപ്പെട്ടവൻ്റെ തേരളിയ, ഇവൻ തൊഴിലാളി കൂട്ടത്തിൻ മുത്തളിയ. പാവപ്പെട്ടവൻ്റെ തേരളിയ, ഇവൻ തൊഴിലാളി കൂട്ടത്തിൻ മുത്തളിയ. ഓട്ടോ ഓട്ടോ മുച്ചക്ര കാലുള്ള ചങ്ങാതി, ഓട്ടോ ഓട്ടോ മുച്ചക്ര കാലുള്ള ചങ്ങാതി. അടിപൊളി. ജീവിതം അത് കൊള്ളാല്ലേ? പറഞ്ഞ പരിപാടി സംഭവപ്പെടുന്ന അത് കൊള്ളാം, അത് കൊള്ളാം. അത് ഒരു വെറൈറ്റി സാധനം. കേരളത്തിലുള്ള എല്ലാ ഓട്ടോ സുഹൃത്തുക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യും. ഹരിശ്വേല ഓട്ടോ തൊഴിലാളികളൊക്കെ ഇപ്പം പഴയ കൂട്ടുകാരൊക്കെ അറിയാം, എല്ലാവരും അറിയാം. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പാട്ടിൽ. തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ദേശീയോത്സവമാണ് കേട്ടോ ആറ്റുകാൽപ്പൊങ്കാല. തിരുവനന്തപുരത്ത് നല്ല ലോകമെമ്പാടും. അപ്പോൾ ആ തലേ ദിവസം തിരുവനന്തപുരത്തോട്ട് ഇറങ്ങണം. തന്നെ എങ്ങനെ ഇല്ലല്ലോ, സ്ത്രീജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമില്ലല്ലോ. അത് ഈ ആറ്റുകാൽ പൊങ്കാല തലേ ദിവസം തിരുവനന്തപുരത്തോട്ട് ഇറങ്ങണം കേട്ടോ. എൻ്റെ പൊന്നെ, 1 കിലോമീറ്റർ അപ്പുറം ഇപ്പുറം എല്ലാം പ്രോഗ്രാം പണ്ട് നമ്മൾ അല്ലേ ഓർമ്മയില്ല. അരിസ്റ്റോയിലൊക്കെ എത്ര സ്റ്റേജുകളായി. അരിസ്റ്റോയിലെ സ്റ്റേജിൽ പാട്ട് എഴുതിയല്ലേ നമ്മൾ ആദ്യം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പാട്ട് എന്നുള്ള ടി വിയിൽ കണ്ടപ്പോഴാണ് അത് അന്നത്തെ കാര്യമായിട്ട് മറ്റേ പയ്യൻപാടി പൊന്നുണ്ണി കരയുന്നേ ഉണ്ണീടം നേനെ കാണാനില്ലേ നേരം വലന്നമ്മം കൂരേന്ന് പോയില്ലേ കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് നേലെ കാലേ ഇതന്ന് പണ്ട് നമ്മളിരുന്ന് പാടിയാണ്. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഞാനതിപ്പോൾ നമ്മുടെ ആ സ്റ്റാർ സിംഗറിൽ വന്ന ഒരു പയ്യത് പാടിയപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളവിടെ ഇരുന്ന കാലമായാലും വെച്ചു. ഇനി എന്തായിരുന്നാലും സുരേഷേട്ടൻ്റെ മുത്തേ കേൾക്കാതെ പോകാൻ പറ്റുമല്ലോ. മുത്തൊരു പാട്ട അങ്ങോട്ട് അലക്കി വിട്ടാൽ മുത്തിന് ഞാൻ ഇന്ന് വയറ് നിറച്ച് ഭക്ഷണം തരും. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മുത്തേ അച്ഛേ അങ്ങനെയൊന്നുമില്ല. അയ്യോ മുത്തേ മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളും നീയല്ലോ കനവാകേ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തം വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നെ തന്നാനേ താനേ താനേ തന്നെ തന്നാനേ താനേ. മീൻ എന്തൊക്കെ ഉണ്ടെന്ന് കാണണം എന്ന് പറഞ്ഞു. കാണാം, കണ്ടിട്ട് വരാം. കരിമീൻ, ആവോലി, നെയ്മീൻ, പ്രോൺസ്, കൊഞ്ച്, ചൂര, കേര, പ്രോൺസ്, അയല, കരിമീൻ, ആവോലി, അമൂറ്, ചെമ്പല്ലി. ഇനി അടുത്ത് വരാനുണ്ട്, ഞണ്ട് വരാനുണ്ട്, കണവയുണ്ട്. അതൊക്കെ ഇനിയേ വരുള്ളൂ. ഇതിനല്ലേ സമയമില്ലേ കൊടുത്ത് അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കും. അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ മീൻ. അടിപൊളി. കുറച്ചിനി വരാനുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടല്ലേ? എനിക്ക് ഇത്രയും വേണം. എനിക്ക് ചെറുതായിട്ടുള്ള അപ്പൊ ചെറിയ സുരേഷണ്ണന് ഒരു വലിയ ഊണ് വേണ്ട. ചെറിയ ഊണ് തന്നെ മതി. ചെറിയ സുരേഷണ്ണന് ഒരു ചെറിയ ഊണ്.
അണ്ണാ വരി, എല്ലാം റെഡി, എല്ലാം റെഡി. ഇതാ നിങ്ങൾ തിന്നാലും തിന്നില്ലെങ്കിൽ നിങ്ങൾ സമാനം തരും. നിങ്ങളൊന്ന് തിന്നാലും തിന്നില്ലെങ്കിലും നിങ്ങൾ തരാനുള്ള മര്യാദ എനിക്ക്. തൈര്, പായസം, നെമ്മീൻ തല, കേരത്തല, ഞണ്ട്, ബീഫ്, നെമ്മീൻ വറുത്തരച്ച കറി, പോത്ത്, അയല മാങ്ങാക്കറി, ചൂര മുളകിട്ടത്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, മീൻകറി, കഞ്ഞിവെള്ളം. അല്ല, ഇത് ഒരാളുടെ കഴിക്കാനാണ്. നിങ്ങൾ ഇരിക്കേ, എത്ര കാലത്തിന് ശേഷം. അല്ല, ഞാൻ ഈ ഇല ഇപ്പൊ കിടന്നുറങ്ങാനല്ലേ. അതേറ്റ നിങ്ങൾ വിശാലമായിട്ടിരിക്കേ. എന്തായിരുന്നാലും കാലങ്ങൾക്ക് ശേഷം എൻ്റെ അണ്ണനെ അടുത്ത് കിട്ടി. ഇതൊന്നും കഴിക്കൂലെന്ന് എനിക്ക് നല്ല ഇതുണ്ട്. പക്ഷേ എങ്കിലും വീട്ടിൽ പറഞ്ഞില്ലേ അണ്ണനെ ഈ എന്താണ് വയറ് നിറയുന്നതിന് മുമ്പ് മനസ്സ് നിറയണമല്ലോ. ഇത് കണ്ടപ്പം ഒരു മനസ്സ് നിറച്ചിലില്ലേ? തീർച്ചയായിട്ടും ഞാൻ ശരിക്കും കണ്ണുകടി പോയതാണ്. പക്ഷേ അല്ല, ഇനി അണ്ണൻ ആവശ്യമുള്ള കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് തിന്നാൻ ഇതിൽ തന്നെ. ഓക്കെ, അടിപൊളിയായിരുന്നു. ഓക്കെ, ഓരോന്നും പറയാം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഇത് രണ്ട് സൗഹൃദങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പോൾ എന്തായിരുന്നാലും വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചു. കുറച്ച് നേരം ഇത്തിരി കൊതിയുന്നുണയും പറഞ്ഞു, 2 പാട്ട് പാടി, അണ്ണന് ഇത്തിരി ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇനി അരിസ്റ്റോ സുരേഷണ്ണെ നമ്മുടെ വലിയ സ്വന്തമാണ്. മീനെ ഇവിടെ കൊണ്ടുവരും അല്ലേ? അല്ല, നമ്മൾ പോയി എടുക്കും. വിഴിഞ്ഞം, അതാണ് ഈ പച്ച മീൻ. ആ അതെ, ഇവിടെ പോകണം. വിഴിഞ്ഞം, പെരുമാതുറ, പിന്നെ കുമരിച്ചത്തേലേക്കാണ്, പിന്നെ പാളയത്ത്. ഇത്രയും ഉള്ളതുകൊണ്ട് പല 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 സ്ഥലത്തുനിന്നും എടുക്കും. പക്ഷേ പച്ച മീനാണ്, ഒരു ഇതില്ല. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അണ്ണാ ടാറ്റ, നന്ദി. വരണം കേട്ടോ ഒരു ദിവസം.